ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പേജിലേക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് എൻ്റെ സ്വന്തം നാട്ടിലാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പുതിയ സംരംഭം വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മളത് കഴിയാവുന്നത്ര എല്ലാവരിലേക്കും എത്തിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ കവരപ്പറമ്പിലും ധാബ വരുന്നുണ്ട്. ധാബയുടെ പേരാണ് ഖുറാന ധാബ. അപ്പോൾ നമ്മുടെ ഖുറാന ധാബയുടെ ഓണറും അവരുടെ വൈഫും അവരുടെ മകനും നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അവരോട് നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ ഈ ഖുറാന ധാബയുടെ ഓണറായ ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ആ ചേട്ടൻ്റെ വൈഫാണ്, ആ ചേട്ടൻ്റെ മകനുമാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചോദിക്കാം, ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? മഞ്ജീത് സിംഗ്. രജിത് സിംഗ്. ഫ്രം വേർ, എവിടെ നിന്നാണ്? ഐ ആം ഫ്രം ഡൽഹി. ഡൽഹി. Born in Punjab. Now staying Delhi. Now from 14 years in Kerala. ഓക്കെ. ചേച്ചിയുടെ പേരെങ്ങനെയാ? എൻ്റെ പേര് സിനോഫി. ആ, നാടെവിടെ? നാട് ഇലഞ്ഞി. ഇലഞ്ഞി. ഓക്കെ. പിറവടുത്ത്. ഓക്കെ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? അഭിനവ് ഖുറാന. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വെറൈറ്റി പേരാണ് ഇതിൻ്റെ. ഈ പേര് വരാനുള്ള കാരണം എന്താ? ഖുറാന എന്ന് പറഞ്ഞ പേര് എന്താണ്? ഖുറാന കാ നാം ക്യാ? Khurana is surname of it. ആ, ഖുറാന എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സർനെയിമാണ്. മഞ്ജിത് സിംഗ് ഖുറാന എന്നാണ് പുള്ളിയുടെ മുഴുവൻ പേരും. അതിൻ്റെ സർനെയിമാണ് ഖുറാന. ഞങ്ങളുടെ ഒരു ബ്രാഞ്ച് മെഡിക്കൽ സ്റ്റോർ ഡൽഹിയിലുണ്ട്, ഖുറാന മെഡിക്കൽ സ്റ്റോർ എന്ന് പറയുന്നത്. അതും ഈ ഏപ്രിൽ മാസത്തിലാണ് ഉദ്ഘാടനം ചെയ്തത്, 35 വർഷം മുന്നേ. ഓക്കെ. 35 years പഴയാണ്. 35 years पहले. Now अभी अप्रैल में इधर खोल. അതുകൊണ്ട് ഞങ്ങൾ ഏപ്രിൽ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനും ഖുറാന ധാബ എന്ന് വെച്ചിരിക്കുന്നത്. അഭിനവിൻ്റെ പേര് അഭിനവ് ഖുറാന എന്നാണ്. ഓക്കെ. My son had done the course of cookery. That's why opening for ഓക്കെ. ധാബ. ഓക്കെ. അടുത്തായിട്ട് നമ്മൾ പഞ്ചാബി സ്റ്റൈല്, ഇവിടെ എന്താണ് സ്പെഷ്യലായിട്ട് കിട്ടുന്ന ഡിഷുകൾ എന്തൊക്കെയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? स्पेशल डिश यहाँ क्या? स्पेशल डिश पूरा पंजाबी डिशेज है. बटर चिकन और दाल मखनी, कढ़ाई पनीर, मलाई टिक्का और चिकन. ഖുറാന ചിക്കൻ ഈസ് സ്പെഷ്യൽ വെറൈറ്റി. ഓക്കെ. സ്പെഷ്യൽ, നിങ്ങളുടെ സ്പെഷ്യൽ ആയിട്ടുള്ളത് ഖുറാന ചിക്കൻ. ഓക്കെ. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു ഡിഷ് നമ്മുടെ അടുത്തുണ്ടോ? അല്ലെങ്കിൽ इधर वाला लोकल डिश केरला का लोकल डिश स्टार्ट विद इन 15 days दैट वो आपका ऊन होता है ना. ऊन फिश करी मील्स. ഫിഷ് കറി മീൽസ് നമുക്ക് അത് ഉച്ചയ്ക്കാണ്? ഉച്ചയ്ക്ക്. ഓക്കെ. നമുക്കിത് സ്റ്റാർട്ടിംഗ് ടൈം എത്ര മണിക്കാണ് നമ്മുടെ ഷോപ്പ്? Now we are starting on 30th for 15 days for trial run. ഓക്കെ. We are just new here. For 15 days we trial run in evening, snack and dinner. After that we some experience, then start after 15th all items. ഓക്കെ. അപ്പോൾ 15 ദിവസത്തെ ട്രയൽ റൺ ആണ്. പുതിയ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ. അപ്പോൾ നമ്മൾ 15 ദിവസം ട്രയൽ റൺ നടത്തി നമ്മളൊന്ന് വിശകലനം ചെയ്യും, എന്താണ് കുറവ് കൂടുതൽ, അങ്ങനെയുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ എടുത്തിട്ട് നമ്മൾ 10 to 15 ഇടയ്ക്ക് നമ്മൾ ഓപ്പൺ ചെയ്യും. In trial run we give 25% discount to all customers. ഓക്കെ. അപ്പോൾ 15 ദിവസം കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഫുഡ്, ഇന്ത്യൻ ഫുഡ് ഉച്ചയ്ക്ക് അവൈലബിൾ ആയിരിക്കും. 15 days ഫിഷ് കറി മീൽസ് 15 days ബാദ് അവൈലബിൾ ആവും. After 15 to 20 days. 15 to 20 days. യെസ്. ഓക്കെ. വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ. മെയിൻ ഷെഫ് എവിടത്തെ ഉള്ള ആളാണ്? ജാർഖണ്ഡ് മെയിൻ ഷെഫ്. ഓക്കെ. അതിപ്പോൾ ചണ്ഡീഗഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, പഞ്ചാബിൽ കാണാൻ പറ്റും. ഓക്കെ. നിങ്ങൾ around 5 years in Chandigarh. ഓക്കെ. പഞ്ചാബി റെസ്റ്റോറന്റ്. ഈ റെസ്റ്റോറൻറ്റ് മേഖലയ്ക്ക് നിങ്ങൾ ആദ്യമായിട്ടാണോ? ആദ്യമായിട്ട്. ഓക്കെ. താങ്ക് യു. ഓക്കെ. എല്ലാവർക്കും നമ്മുടെ ധാബയുടെ ഉൾവശത്തുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോയേക്കാം. ഇനി നമുക്ക് ധാബയുടെ ഉൾവശത്ത് എന്തൊക്കെയുണ്ട്, എങ്ങനെയൊക്കെയാണെന്നൊക്കെ കാണാം കേട്ടോ. എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ടുള്ളൊരു സെറ്റപ്പാണ്. ഉണ്ടോ, പുല്ലൊക്കെ വിരിച്ച് ഉണ്ട്. അപ്സ്റ്റെയറൊക്കെ ഉണ്ട്, അത് വഴിയെ നമുക്ക് കാണാം. ഇതാണ് കയറി വരുന്ന എൻട്രൻസ്. ഇവിടെ കുറച്ച് പണികൾ നടക്കുന്നു. അടുത്ത ദിവസങ്ങളിലൊക്കെയാണ് ഇതിൻ്റെ ഇനോഗ്രേഷൻ വരുന്നത്. ഇതൊരു കൗണ്ടറായിരിക്കാം. റിസപ്ഷൻ, മനോഹരമായ ചെയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുറച്ച് പണികൾ നടക്കുന്നു. അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വീഡിയോയിൽ. ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ്, കുറച്ച് പടങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും ഭിത്തിയിൽ. ഇത് മൊത്തം ഫിനിഷ് ആയിട്ടില്ല, വരച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ആർട്ടിസ്റ്റിനെ നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാവുന്നതാണ്. ഹലോ, നമസ്കാരം.
ഇതാണ് നമ്മുടെ ഈ ദാബയിലെ ഈ പിക്ചേഴ്സൊക്കെ വരച്ച ആള്. ആളുടെ പേര് സുബ്രൻ എന്നാണ്. കവരപ്പറമ്പിൽ സുബ്രൻ എന്ന് പറഞ്ഞാൽ അറിയാൻ പാടാത്ത ആരും ഉണ്ടാവില്ല. പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ്, മുൻ നഗരസഭാ കൗൺസിലർ കൂടിയാണ്. ചേട്ടാ, ഓക്കെ, ഈ പിക്ചറൊക്കെ ഇങ്ങനെ വരയ്ക്കാനായിട്ട് എത്ര സമയം എടുത്തു, എത്ര ദിവസം എടുത്തു? സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു കണ്ടിന്യൂ ആയിട്ട് നിൽക്കാൻ പറ്റും. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ്, അപ്പോൾ ഇലക്ഷൻ്റെ തിരക്കുകളുണ്ടായിരുന്നു. എങ്കിലും നമ്മൾ ഒരു ഇവിടെ മാത്രമല്ല, അതിനകത്ത് മുകളിലും കുറച്ച് പിക്ചർ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തന്നെ അവരുടെ ഒരു ഇതിൻ്റെ മഞ്ജിത് സിംഗ് എന്ന് പറഞ്ഞതിൻ്റെ ഓണർ, പിന്നെ മകൻ അഭിനവും അവരുടെ അമ്മ സുനോബി എന്ന് പറഞ്ഞ മാഡം, അവർ പിക്ചറുകൾ വരച്ചുകൊണ്ടിരിക്കുകയല്ല. എന്നോട് ചോദിച്ചു, ഞങ്ങൾക്കൊരു പഞ്ചാബി റാപ്പ് ഗായകനും സിനിമ പാട്ട് രചയിതാവും ഗായകനും രാഷ്ട്രീയ പ്രവർത്തന ഒരു വളരെ അധികം പോപ്പുലറായ ഒരു ആളുണ്ട്, സിദ്ധു മൂസവാല എന്നറിയപ്പെടുന്ന ആൾ. അദ്ദേഹം 93 ജനിക്കുകയും ശുഭ്ദീപ് സിംഗ് സിദ്ധു എന്നാണ് ശരിക്കും പേര്. അദ്ദേഹം അജ്ഞാതരായ അക്രമികളിൽ വെടിയേറ്റ് മരിക്കുകയും ചെയ്ത് 29 വയസ്സുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ഭയങ്കര ആ സമയത്തിനുള്ളിൽ ഈ ചുരുങ്ങിയ 29 വയസ്സിനുള്ളിൽ ഭയങ്കര അധികം പേരെടുത്ത റാപ്പ് ഗായകനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനം കൂടിയായിരുന്നു. അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു അജ്ഞാതർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് അപ്പോൾ എന്നോട് ഇങ്ങനെ വരയ്ക്കാണ്ടപ്പോൾ അവർ ഞങ്ങൾക്കിങ്ങനെ ഐഡിയ ഉണ്ട്, സിദ്ധു മൂസവാലിനെ പറ്റി കേട്ടോ. ഞാൻ പറഞ്ഞ പിന്നെ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ പൊതുപ്രവർത്തനമാണല്ലോ, അപ്പോൾ നമ്മൾ സിദ്ധു മൂസവാല ഓൾ ഇന്ത്യ നമ്മൾ എല്ലാം സ്റ്റഡി ചെയ്യുന്ന ആളുകളാണല്ലോ. അപ്പോൾ സിദ്ധു മൂസവാല വരയ്ക്കുന്നത് എനിക്കും വലിയ താല്പര്യം തോന്നി. അവർ ആ ഒരു ചിന്ത എന്നുവെച്ചാൽ അങ്ങേരുടെ ഒരു ഓർമ്മയ്ക്ക് നമ്മുടെ ഇതെന്ന് പ്രത്യേകം ചെയ്യുന്നത്, ഇത് ഒറിജിനൽ പഞ്ചാബികൾ തന്നെയാണ് തന്നെ. സാധാരണ ഡാബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പഞ്ചാബികളായിരിക്കില്ല മിക്കവാറും, ഞാൻ അത് പറയുന്നതല്ല, എങ്കിലും മിക്കവാറും കാണുന്നത് പഞ്ചാബികളായിരിക്കില്ല. ഇത് ഒറിജിനൽ പഞ്ചാബിയാണ്. മഞ്ജിത് സിംഗ് അദ്ദേഹമാണ് ചെയ്യുന്നത്. വളരെ അവരുടെ ട്രഡീഷണൽ രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണങ്ങളാണ് കൊടുക്കാൻ പുള്ളി ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സിദ്ധു മൂസവാലിനെ വരയ്ക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ താല്പര്യം തോന്നി. അത് ഞാൻ ഏറ്റവും നന്നായിട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു പിക്ചർ വരയ്ക്കാനുള്ള കാരണം. സിദ്ധു മൂസവാല അയാളുടെ ഒരു ഓർമ്മയ്ക്കും കൂടിയാണ് ഈ ഹോട്ടൽ. അപ്പോൾ ഈ പിക്ചറിലുള്ള ആളാണ് സിദ്ധു മൂസവാല. ശുഭ്ദീപ് സിംഗ് സിദ്ധു എന്നാണ് പേര്. റാപ്പ് ഗായകനും വളരെയധികം 29 വയസ്സിനിടയ്ക്ക് വെടിയേറ്റ് മരിച്ചൊരു അജ്ഞാതർ വെടിയേറ്റ് മരിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമുക്ക് അവരെ അംഗീകരിക്കണമല്ലോ. നമ്മൾ കേരളത്തിൽ വന്നിട്ട് അദ്ദേഹം ഹോട്ടൽ തുടങ്ങണോ, നമ്മുടെ ഇവിടുത്തെ കൾച്ചറല്ല പുള്ളി ഉപയോഗിക്കാൻ ശ്രമിച്ച് മിക്കവാറും പഞ്ചാബി ആ ഒരു കൾച്ചർ കൊണ്ടുവരാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ സിദ്ധുവിനെ വരയ്ക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വലിയ കാര്യമായിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ചെയ്തു എന്നാണ് വിശ്വാസം. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ സാധാരണ ഒരു ട്രെൻഡാണ് ഈ ഹോട്ടലുകളൊക്കെ തുടങ്ങുമ്പോൾ ചിത്രങ്ങൾ വരച്ചിട്ട് പ്രിൻറ്റിനേക്കാൾ ഉപരി കുറച്ചും കൂടി നന്നായിട്ട് കുറേ കാലം അത് ലാസ്റ്റ് ചെയ്യും, ഏജ് കിട്ടും. അപ്പോൾ നമ്മൾ കുറേ പിക്ചേഴ്സ് വരയ്ക്കുമ്പോൾ ആളുകൾക്ക് ഒരു അട്രാക്ഷൻ അത്ര ഉണ്ട്. അപ്പോൾ കുറേ കളർഫുൾ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കഴിഞ്ഞിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കണു. ഇനിയിപ്പോൾ ഞാൻ 2 ദിവസം ഇവിടെ ഇൻവോൾവ് ആയിരിക്കും, എല്ലാം തീർക്കും, ഉടൻ തന്നെ എൻ്റെ ഉദ്ഘാടനം ഉണ്ടാവും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഏറ്റവും നല്ല ഫുഡ് പഞ്ചാബി ഫുഡ് കഴിക്കാം എന്നാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. നല്ല ഫുഡ് കഴിക്കാമെന്ന് ഗ്യാരണ്ടി ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇടപെട്ട സമയത്തിനുള്ളിൽ അവരുടെ ആ ഒരു ആക്ടിവിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അത്രയും നല്ല പ്യുവറായിട്ട് കൊടുക്കാൻ എന്ന രീതിയിലാണ് അദ്ദേഹം ഇത് ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് പുള്ളി. നേരിട്ട് ഷെഫ്മാരൊക്കെ പഞ്ചാബിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു അഭിമാനമാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഞാൻ ഈ വാർഡിന് പ്രതിനിധിച്ച ആളാണ് ആദ്യം. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നല്ലൊരു ഫുഡ് കിട്ടുന്ന, നമുക്ക് എണ്ണ ഒക്കെ കുറച്ചുള്ള ഫുഡ് കിട്ടുന്ന ഒരു അവസരം ഉണ്ടാകുന്ന ഏറ്റവും നല്ലതാണ്. ജനങ്ങൾക്ക് എല്ലാവരും ഉപയോഗിക്കുക എന്നാണ് പറയാനുള്ളത്. നല്ല രീതിയിൽ. ഓക്കെ, താങ്ക് യു ഏട്ടാ. ദാബയുടെ മുകളിലത്തെ നിലയിലെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ AC ആണ്. സോഫ ടൈപ്പ് സീറ്റാണ്. ഏകദേശം കണ്ടിട്ടൊരു 20 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. കണ്ടോ, ഇത് വരച്ചത് നമ്മുടെ സുബ്രഹ്മണ്യനാണ്. അടിപൊളിയായിട്ടുണ്ട്. പഞ്ചാബി ട്രഡീഷണൽസിൻ്റെ ഭാഗമായിട്ട് അവരുടെ ചിത്രങ്ങളാണ് അവരുടെ വരച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട് വരച്ചത്. കണ്ടോ, നമ്മളൊക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അടിപൊളിയായിരിക്കും ഇത് കാണാനായിട്ട്.
സൂപ്പറായിട്ട് വരച്ചിട്ടുണ്ട് നമ്മുടെ ചേട്ടൻ. സീറ്റൊക്കെ നല്ല അടിപൊളി സീറ്റാണ്, സോഫ ടൈപ്പ് സീറ്റാണ്. അത്യാവശ്യം 4 പേർക്കൊക്കെ അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സീറ്റാണ്. എയർ കണ്ടീഷൻ ചെയ്ത അടിപൊളി റൂമാണ്. വാഷ് ബേസും വരുന്നുണ്ട്. ഖുറാന ധാബയുടെ എക്സാക്റ്റ് ലൊക്കേഷൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്കമാലി ടൗണിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന വഴി കവരപ്പറമ്പ് കത്തോലിക്ക പള്ളി കഴിഞ്ഞ് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ഇറക്കൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് ഈ സ്ഥാപനം ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് അങ്കമാലിക്ക് പോകുന്ന വഴിക്കാണെങ്കിൽ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ ഏകദേശം ക്വാളിറ്റി എയർപോർട്ട് ഹോട്ടൽ, അത് കഴിഞ്ഞ് നായത്തോട് ഗവൺമെൻറ് സ്കൂള്, അത് കഴിഞ്ഞ് ഒരു ഇറക്കൊക്കെ ഇറങ്ങി ഒരു പാടത്തിൻ്റെ നടുക്കേക്കുള്ള റോഡ്, അത് കഴിഞ്ഞ് വരുമ്പോൾ റൈറ്റ് സൈഡിലൊരു യാക്കോബിറ്റ് പള്ളിയുണ്ട്, സെൻറ്റ് ജോർജ് യാക്കോബിറ്റ് ചർച്ച്. അതിനോട് ചേർന്ന് തന്നെ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ അപ്പുറത്തുള്ളൊരു വീടാണ്. ആ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഷോപ്പിലാണ് നമ്മുടെ ഖുറാന ധാബ ഇരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ പോകുന്ന നമ്മുടെ നല്ലവരായ നാട്ടുകാരും അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവർ സുഹൃത്തുക്കളും അതുപോലെ തന്നെ എയർപോർട്ടിലേക്ക് വരുന്ന നമ്മുടെ പ്രവാസികളുടെ ഫാമിലീസ്, അതുപോലെ തന്നെ പ്രവാസികൾ തിരിച്ചു പോകുന്ന ആൾക്കാർ, അപ്പോൾ എല്ലാവരും ഈ ഷോപ്പിലൊന്ന് കയറി ഇവിടുത്തെ ഫുഡിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ചെയ്യുക. അത്യാവശ്യം നല്ല പഞ്ചാബി ഫുഡാണ് ഇവർ നമുക്ക് ഓഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡ്രൈവർമാർ സുഹൃത്തുക്കൾ ഇവിടെ വരും ദിവസങ്ങളിൽ തന്നെ ഉദ്ഘാടനം കഴിഞ്ഞ് ഒത്തിരി വൈകാതെ തന്നെ നമുക്ക് ഉച്ചയ്ക്ക് നല്ല ഫിഷ് കറി കൂട്ടി ചോറൊക്കെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സമയം കിട്ടും പോലെ എല്ലാവരും ഈ ഷോപ്പിൽ കയറി ഒന്ന് ടേസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഷോപ്പിൻ്റെ ഇനാഗുറേഷനും കാര്യങ്ങളും ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഫുഡ് കഴിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ പേജിലും നമ്മുടെ ചാനലിലും വരുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.